ഹായ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്ഷേത്രത്തിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആട്ടോ. അപ്പോൾ ഇതൊരു പുരാതനമായ ക്ഷേത്രമാണ്. മഹാരാഷ്ട്ര നാസിക്കിലെ ഇഗത്പുരി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു ക്ഷേത്രമായത്. നമ്മൾ ജഡായു മന്ദിർ, സർവ്വതീർത്ഥ ജഡായു മന്ദിറായത്. രാമായണ കഥകളിലൂടെ തന്നെ നമുക്കറിയാൻ പറ്റും പക്ഷി രാജാവായ ജഡായുവിനെ കുറിച്ചുള്ള കഥകളൊക്കെ. അപ്പോൾ എന്താണ്, സീതാദേവിയെ തട്ടിക്കൊണ്ടു പോകുന്ന രാവണനെ ആകാശമധ്യത്തിൽ വെച്ച് ജഡായു തടയാൻ ശ്രമിച്ചപ്പോൾ രാവണൻ ജഡായു മഹാരാജൻ്റെ കൈ മുറിച്ചിടുന്നുണ്ട്. അവിടെ വെച്ച് വീണ ജഡായുവിൻ്റെ ആ ഒരു സ്ഥലമാണ് ഈ ഒരു അമ്പലമായിട്ട് വന്നതെന്നാണ് അവിടെയുള്ളൊരു വിശ്വാസം. പക്ഷിരാജാവ് ജഡായുവിൻ്റെ വലിയൊരു പ്രതിമയുണ്ട്, ദൂരെ നിന്നും കാണാൻ പറ്റും. ഈ ഒരു പടവിൻ്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ കമ്പിവേലി കൊണ്ട് തീർത്തിരിക്കുന്നത് ഒരു കുളം പോലെയാണ് കേട്ടോ. അത് നിറയെ വെള്ളമാണ്. അതിന് ചുറ്റോട് ഇങ്ങനെ നടന്നുകൊണ്ട് പോയി പ്രാർത്ഥിക്കുമ്പോൾ കുറേ വിഗ്രഹങ്ങൾ ഉണ്ട്. നമുക്ക് തന്നെ പൂവുകൾ സമർപ്പിക്കാനും തൊടാനും ഒക്കെ പറ്റും. പൂജാരിമാരൊന്നുമില്ല, ഒരുപാട് പൈസ കൊടുക്കാനോ പൂജാരിമാർ അങ്ങനെ ഒന്നുമില്ല ഇവിടെ. നമ്മൾ ഇഷ്ടത്തിന് പോവാൻ, പ്രാർത്ഥിക്കാം, നമ്മളെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റും.